കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെജ്ഗുരിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളും ഷെഖേന മിനിസ്ട്രിയുടെ സ്നേഹിതരുമായ എൻ്റെ സ്നേഹമുള്ള സഹോദരങ്ങളെ, നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സൗത്ത് കൊറിയയിലുള്ള ജൂലിയ കിം എന്ന് പറയുന്ന ഒരു വീട്ടമ്മയുടെ ജീവിതത്തിൽ ദൈവം നൽകിയ അത്ഭുതകരമായ ഇടപെടലുകളും അനുഗ്രഹങ്ങളും നാം ഒന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ്. സൗത്ത് കൊറിയയിലുള്ള ഈ ദൈവിക ഇടപെടൽ വലിയ സ്വർഗീയ രഹസ്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ വിശ്വാസ സത്യങ്ങളിൽ ആഴപ്പെടുവാൻ സൗത്ത് കൊറിയയിലെ ഈ നാജു എന്ന് പറയുന്ന സ്ഥലത്ത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ഇടപെടലുകൾ നമ്മെ സഹായിക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, 1948 സൗത്ത് കൊറിയ എന്ന് പറയുന്ന ഈ രാജ്യം രൂപീകൃതമാകുന്നത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം 1950 സൗത്ത് കൊറിയയും നോർത്ത് കൊറിയയും തമ്മിൽ രക്തരൂക്ഷിതമായ യുദ്ധം നടന്നു. വലിയ രക്തച്ചൊരിച്ചിലുകൾ ആ യുദ്ധത്തിലുണ്ടായി. സ്വന്തം സഹോദരങ്ങൾ തമ്മിലാണ് ആ യുദ്ധം ഉണ്ടാവുക. പരസ്പരം കൊന്നൊടുക്കിയ ഒരു ഭയാനകമായ യുദ്ധത്തിൻ്റെ അവസ്ഥ. അധികാരത്തിനും ശക്തിക്കും വേണ്ടി സഹോദരങ്ങൾ തമ്മിൽ മത്സരിച്ച് യുദ്ധം ചെയ്ത് സ്വയം നശിച്ച ഒരു യുദ്ധമായിരുന്നു സൗത്ത് കൊറിയയും നോർത്ത് കൊറിയയും തമ്മിലുള്ള യുദ്ധം. തിന്മ കൊടികുത്തിവാണ ഒരു സമയം. അങ്ങനെ അനേകര് ഈ യുദ്ധത്തിൽ വധിക്കപ്പെട്ടു. നോർത്ത് കൊറിയയുടെ കമ്മ്യൂണിസ്റ്റ് പട്ടാളക്കാർ അനേകം നിരപരാധികളെ കൊന്നൊടുക്കി. സൗത്ത് കൊറിയയിലും ഉള്ള സാധാരണക്കാരായ ജനങ്ങളെ അതിക്രൂരമായ വിധത്തിൽ മാരകമായ ദാരിദ്ര്യത്തിലേക്കും മറ്റ് അവസ്ഥകളിലേക്കും തള്ളിയിട്ട് അധികാരത്തിന് വേണ്ടി പരിശ്രമിച്ച ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് ജൂലിയ കിം എന്ന് പറയുന്ന ഈ സഹോദരി ജനിച്ചതും വളർന്നതും. 1947 ജൂലിയ കിം ജനിച്ചു. സൗത്ത് കൊറിയയും നോർത്ത് കൊറിയയും തമ്മിലുള്ള ഈ വലിയ യുദ്ധത്തിൽ തൻ്റെ പിതാവിനെയും വല്യപ്പനെയും തൻ്റെ ഫാദറിനെയും ഗ്രാൻഡ് ഫാദറിനെയും കമ്മ്യൂണിസ്റ്റ് പട്ടാളക്കാർ ക്രൂരമായി വധിച്ചു. തൻ്റെ ഏക സഹോദരി യുദ്ധക്കെടുതിയിൽപ്പെട്ട് രോഗം മൂലം മരണപ്പെട്ടു. പ്രായമായ അമ്മയും ജൂലിയ കിമും തനിച്ച് ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളപ്പെട്ട ഒരു ജീവിത സാഹചര്യം. അങ്ങനെ ഈ ജീവിത സാഹചര്യത്തിലൂടെ അവർ മുന്നോട്ട് പോയി ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഈ
കഠിന ദാരിദ്ര്യത്തെ അതിജീവിക്കുവാൻ പരിശ്രമിച്ചു. എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ. പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിനിയായ ഈ മകൾക്ക് പിന്നെ വിദ്യാഭ്യാസം തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യം. അവർ ഒരു പ്രൊട്ടസ്റ്റന്റ് മതവിഭാഗത്തിലെ അംഗങ്ങളായിരുന്നു. അങ്ങനെ ആ ഒരു പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിൽ അവർ മുന്നോട്ട് പോയി. 1972 ഒരു പ്രൊട്ടസ്റ്റന്റ് യുവാവിനെ ജൂലിയാക്കിം വിവാഹം കഴിച്ചു. അങ്ങനെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് ഈ യുവതി പ്രവേശിക്കുകയാണ്. അവർക്ക് 4 കുട്ടികളും ജനിച്ചു. അങ്ങനെ തങ്ങളാലാവുന്ന രീതിയിൽ ഒരു വിവാഹ ജീവിതം സന്തോഷപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ജൂലിയാക്കിമും ഭർത്താവും കുഞ്ഞുങ്ങളുമൊക്കെ ഒന്നിച്ച് പ്രാർത്ഥിച്ച് പരിശ്രമിച്ച് മുന്നോട്ട് പോയ ഒരു കാലം. ആ സന്തോഷം, കുടുംബജീവിതത്തിൻ്റെ സന്തോഷം അധികം നീണ്ടുപോയില്ല. പെട്ടെന്ന് മാരകമായ ഒരു രോഗത്തിന് ജൂലിയാക്കിം അടിമയായി. ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്ന ആ കുടുംബത്തിന് ചികിത്സ വലിയൊരു പ്രതിസന്ധിയായിരുന്നു. തങ്ങൾക്കുള്ളതെല്ലാം കൊടുത്ത് ചികിത്സിക്കുവാൻ പരിശ്രമിച്ചു. ഡോക്ടർമാരെ കണ്ടു, അനേക മരുന്നുകൾ കഴിച്ച്, അനേക ടെസ്റ്റുകൾ നടത്തി. അവസാനം ഞെട്ടിപ്പിക്കുന്ന ആ വാർത്ത അവർ മനസ്സിലാക്കി. ജൂലിയാക്കിം ക്യാൻസർ രോഗിയാണ്. യുദ്ധം മൂലം സർവ്വവും നഷ്ടപ്പെട്ട രാജ്യം, ചികിത്സ വേണ്ട രീതിയിൽ ലഭിക്കാത്ത അവസ്ഥ, ഏതെങ്കിലുമൊക്കെ രീതിയിൽ ചികിത്സിക്കാമെന്ന് തീരുമാനിച്ചാൽ തന്നെ മരുന്ന് വാങ്ങുവാൻ പൈസയില്ലാത്ത കൊടിയ ദാരിദ്ര്യം, മുൻപിൽ മറ്റൊന്നുമില്ലാത്ത അവസ്ഥ. ഇനിയും ചികിത്സയ്ക്കായിട്ട് ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെടുത്തി ബാക്കിയുള്ളതും കൂടെ ചികിത്സയ്ക്കായിട്ട് ചിലവഴിച്ചാൽ ഭർത്താവും കുഞ്ഞുങ്ങൾക്കും പ്രായമായ അമ്മയ്ക്കും ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ ഒന്നുമില്ലാത്ത സാഹചര്യം. അപ്പോൾ ജൂലിയാക്കിം ഇപ്രകാരം തീരുമാനിച്ചു, ഇനി ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല, അതുകൊണ്ട് ആത്മഹത്യ ചെയ്യണം. ആത്മഹത്യ മാത്രമേ തൻ്റെ മുമ്പിലൊരു വഴിയുള്ളൂവെന്ന് അവൾ തീരുമാനിച്ചു. അങ്ങനെ അവൾ ഭർത്താവിനോട് പറഞ്ഞു, ഇനി എന്നെ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ ജീവിതം സാധിക്കുന്ന രീതിയിൽ കുഞ്ഞുങ്ങളെയും പലർത്തി മുന്നോട്ട് പോവുക, ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ്. ഞാനിത് നിങ്ങൾക്കൊരു ഭാരമായി മാറും. ഇനി എന്നെ ചികിത്സിക്കുവാനായി നിങ്ങൾ ഇനി ഉള്ളതും കൂടെ ചിലവഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് എന്നെ മറന്നേക്കൂ, ഞാൻ ആത്മഹത്യക്ക് തയ്യാറായി കഴിഞ്ഞു. ഭർത്താവ് ഇത് കേട്ടു. മറ്റാരോടും പങ്കുവയ്ക്കാൻ സാധിക്കുന്നില്ല. വലിയ വേദനയായി. 4 കുഞ്ഞുങ്ങളെ ഓർത്ത് അമ്മയില്ലാതെ ഈ കുഞ്ഞുങ്ങളെയും വളർത്തിക്കൊണ്ട് വരുന്നത് എത്രമാത്രം പ്രയാസകരമാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. പ്രൊട്ടസ്റ്റന്റ് വിവാഹക്കാരനായ ഈ യുവാവ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിൽ അദ്ദേഹത്തിന് ഇപ്രകാരം ഒരു പ്രേരണ ലഭിച്ചു. ഒരു കത്തോലിക്ക വൈദികൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക. ഇതാണ് ജൂലിയാക്കിമിൻ്റെ ഭർത്താവിന് ലഭിച്ച പ്രേരണ. ഒരു കത്തോലിക്ക പുരോഹിതൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ജൂലിയാക്കിമിൻ്റെ ഭർത്താവ് അവളോട് പറഞ്ഞു, നീ ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം നീ എനിക്ക് വേണ്ടി ചെയ്യണം. നമ്മൾ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരാണ്, എങ്കിലും നീ ഒരു കത്തോലിക്ക പുരോഹിതൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കണം. അവൾ ഭർത്താവിൻ്റെ ഈ ആവശ്യം സന്തോഷത്തോടെ സ്വീകരിച്ചു. അങ്ങനെ ജൂലിയാക്കിം അടുത്തുണ്ടായിരുന്ന ഒരു കത്തോലിക്ക ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തോലിക്ക പുരോഹിതനോട് കാര്യം പറയുന്നു. താനൊരു പ്രൊട്ടസ്റ്റന്റ് വിശ്വാസിയാണെന്നും താൻ കടന്നു പോകുന്ന അവസ്ഥ വളരെ ദയനീയമാണെന്നും തൻ്റെ രോഗാവസ്ഥയുമൊക്കെ ഈ പുരോഹിതനുമായിട്ട് ഈ സഹോദരി പങ്കുവയ്ക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയിൽ
ഈ പുരോഹിതൻ ഈ സഹോദരിയോട് പറഞ്ഞു, സഹോദരി, നീ ദൈവത്തിൽ നിന്നും നിരവധിയായ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. നീ ദൈവത്തിൽ നിന്ന് നിരവധിയായ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ പുരോഹിതൻ്റെ ഈ വാക്കുകൾ ആ നിമിഷം അവൾക്ക് പൂർണ്ണമായി മനസ്സിലായില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ജൂലിയാക്കിമിൻ്റെ ജീവിതം ചെറുപ്പം മുതൽ ആ നിമിഷം വരെ വേദനയുടെയും തിക്താനുഭവങ്ങളുടെയും നൊമ്പരപ്പെടുത്തലിൻ്റെയും ഒരു ജീവിതമായിരുന്നു. അവസാനം എല്ലാം നഷ്ടപ്പെട്ട് മാരകമായ ക്യാൻസർ രോഗം ബാധിച്ച് ചികിത്സിക്കാൻ സാധിക്കാതെ മരണത്തെ മുന്നിൽ കണ്ട് വേദന മൂലം ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല, ആത്മഹത്യ മാത്രമേ ഇനി എനിക്ക് ഒരു വഴിയുള്ളൂവെന്ന് തിരിച്ചറിഞ്ഞ് ഒരു കത്തോലിക്ക പുരോഹിതൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുവാൻ ചെന്നപ്പോൾ പുരോഹിതനിലൂടെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നു, നിന്റെ ജീവിതം ദൈവാനുഗ്രഹങ്ങളാൽ നിറഞ്ഞ ജീവിതമാണെന്ന്. ഒരു സാധാരണക്കാരന് അത് മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. എന്നാൽ തിരിച്ചറിയുന്ന ഇപ്രകാരമാണ് സഹോദരങ്ങളെ, ഈ സഹനങ്ങളെല്ലാം പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിച്ച വ്യക്തിയായിരുന്നു. ഈ സഹനങ്ങളെല്ലാം ഈശോയുടെ പീഡാസനത്തോട് ചേർത്ത് കാഴ്ചവെക്കുവാൻ അവൾക്ക് സാധിച്ചിരുന്നു. അങ്ങനെ സഹനങ്ങൾ വിലയുള്ളതാക്കി മാറ്റുവാൻ പരിശ്രമിച്ച ഈ മകളുടെ ജീവിതം ദൈവം അവൾ അറിയാതെ അനുഗ്രഹിച്ചുകൊണ്ടേയിരുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ പത്രോസ്ലിഹായുടെ 1-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 12-ാം തിരുലിഖിതം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കുവാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാൽ എന്നതുപോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൽ പങ്കാളികളാകുവാൻ നിങ്ങൾക്കൊരവസരം ലഭിച്ചതിനെ ഓർത്ത് നിങ്ങൾ ആഹ്ലാദിക്കുക. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം സന്തോഷിക്കുമെന്ന്. ഇതാണ് ഈ പുരോഹിതനിലൂടെ ജൂലിയാക്കിമിൻ്റെ ജീവിതത്തിൽ അവൾ തിരിച്ചറിഞ്ഞത്. അവൾ കടന്നുപോയ സഹനത്തിൻ്റെ വഴികൾ അപ്രതീക്ഷിതമായ എന്തോ സംഭവിച്ചതുപോലെ ഒരുപക്ഷെ അവൾ ഏറ്റെടുത്തിരുന്നുവെങ്കിലും അവളെ പരിശോധിക്കുവാനായി ഈ അഗ്നി പരീക്ഷകളിൽ കടന്നുപോയ നിമിഷങ്ങളെല്ലാം ദൈവം കൂടെയുണ്ടായിരുന്നുവെന്നും ദൈവം കൃപകൾ കൊണ്ട് എന്നെ പൊതിഞ്ഞിരുന്നുവെന്നുമുള്ള ഒരു സത്യമാണ് ഈ പുരോഹിതനുമായിട്ടുള്ള ആ പ്രാർത്ഥനയിൽ ആ മകൾ തിരിച്ചറിയുക. ആ പ്രാർത്ഥനയിൽ ജൂലിയാക്കിം പിന്നീട് പറയുന്നത് ഇപ്രകാരമാണ്: പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ ഒരു അഭിഷേകത്താൽ അവൾ നിറഞ്ഞു. അവൾ ക്യാൻസർ രോഗം മൂർച്ഛിച്ച വേദനയുടെ ആ വലിയ അനുഭവത്തിലായിരുന്നുവെങ്കിലും പരിശുദ്ധാത്മാവ് അവളിൽ നിറഞ്ഞു. അങ്ങനെ ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്ത പൂർണ്ണമായി ഉപേക്ഷിച്ച് അവൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വന്തം ഭവനത്തിലേക്ക് തിരിച്ചു വരികയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശ്വാസത്തിൽ അവൾ ആഴപ്പെട്ട് മുന്നോട്ട് പോയി. അവൾ കത്തോലിക്ക വിശ്വാസത്തെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുവാൻ ആഗ്രഹിച്ചു. എങ്കിലും അവൾ ഒരു കത്തോലിക്ക വിശ്വാസിയായി മാറിയിരുന്നില്ല. പ്രാർത്ഥനയിൽ മുന്നോട്ട് പോയി. അങ്ങനെ ഒരു ദിവസം അവൾ പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കുകയാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവളുടെ സങ്കടങ്ങളും വേദനകളും രോഗങ്ങളൊക്കെ ദൈവമുസവനിൽ കാഴ്ചവെച്ച് അവൾ മുന്നോട്ട് പോയപ്പോൾ ദൈവം അവളെ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി. ഈ ക്യാൻസർ രോഗത്തിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യം ലഭിച്ച ഉടനെ തന്നെ അവൾ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച് ഒരു കത്തോലിക്കയായി മാറുകയാണ്, അവളും കുടുംബവും. അങ്ങനെ ഒരു കത്തോലിക്ക പുരോഹിതൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ആ ദൈവിക സന്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവൾ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ച് പിന്നീട് അവൾ ഇപ്രകാരം തീരുമാനിച്ചു: ഞാൻ ഇനി എൻ്റെ ജീവിതം ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന
എല്ലാ തിന്മകൾക്കും പരിഹാരം ചെയ്ത് ജീവിക്കും. അങ്ങനെ അവൾ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ശരീരത്തിൽ സ്വയം വേദനകൾ ഏറ്റെടുക്കുവാൻ തുടങ്ങി. ഒന്ന്, അവൾ ശരീരത്തിൽ സ്വയം വേദനകൾ ഏറ്റെടുത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി ഈശോയുടെ സന്നിധിയിൽ കാഴ്ചവെക്കുവാൻ തുടങ്ങി. രണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവൾ ചെയ്യാൻ തുടങ്ങി. ഈ ലോകത്തെ മുഴുവനും കാർന്നു തിന്നുന്ന ഗർഭചിത്രമെന്ന കൊടിയ പാപം മൂലം വേദനിക്കുന്ന ദൈവത്തിൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുവാൻ അബോർഷൻ എന്ന മാരക പാപത്തിനെതിരായി സ്വന്തം ശരീരത്തിൽ പീഡകൾ അവൾ ഏറ്റെടുത്ത് സഹിച്ച് കാഴ്ചവെക്കുവാൻ തുടങ്ങി. അങ്ങനെ അബോർഷൻ എന്ന മാരക പാപത്തിനെതിരായി ഈ പാപം മൂലം ഈ ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ തിന്മകൾക്കുമെതിരായി പരിഹാരം ചെയ്യുവാൻ ജൂലിയ കിം അവളുടെ ശരീരത്തിൽ തന്നെ പീഡകൾ ഏൽപ്പിച്ച് അവൾ പരിഹാരത്തിനായി ദൈവസന്നിധിയിൽ കാഴ്ചവെച്ചു. ഇപ്രകാരം സ്വയം സഹനങ്ങളും വേദനകളും ഏറ്റെടുത്ത് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും അബോർഷൻ എന്ന കൊടിയ പാപത്തിന് പരിഹാരമായും ദൈവസന്നിധിയിൽ കാഴ്ചവെച്ച് മുന്നോട്ട് പോയ ജൂലിയ കിമ്മിനെ സ്വർഗം വിലയുള്ളവളായി കണ്ടു. അവളുടെ ത്യാഗവും പരിഹാര പ്രവൃത്തികളും പ്രായശ്ചിത്ത പ്രവൃത്തികളുമൊക്കെ സ്വർഗത്തിൽ വലിയ വിലയുള്ളതായി ദൈവം സ്വീകരിച്ചു. അതിനുശേഷം കർത്താവിൻ്റെ 5 തിരുമുറിവുകൾ ദൈവം അവൾക്ക് സമ്മാനമായി നൽകി. ഇന്ന് ലോകത്ത് പല പഞ്ചക്ഷതധാരികളുണ്ട്. വിശുദ്ധ പാദ്രപ്പിയോ പഞ്ചക്ഷതാരിയായിരുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസി. പിന്നീട് മുന്നോട്ട് ഈ കാലഘട്ടത്തിൽ അനേകം മക്കൾക്ക് കർത്താവ് പഞ്ചക്ഷരം നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. ജൂലിയ കിം ആ അനുഗ്രഹിക്കപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക്, ഗണത്തിലേക്ക് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് അവൾക്ക് കർത്താവിൻ്റെ 5 തിരുമുറിവുകൾ സമ്മാനമായി നൽകി. പഞ്ചക്ഷതങ്ങൾ അവൾ സ്വീകരിച്ചു. അങ്ങനെ ഈശോയുടെ പീഡാസഹന വേളയിൽ ഈശോ അനുഭവിച്ച കുരിശുമരണത്തിൻ്റെ അതേ അനുഭവം, നൊമ്പരം, വേദന പലപ്പോഴും അവളും ഏറ്റെടുത്തു. അങ്ങനെ ആത്മാക്കളെ നേടി തൻ്റെ സഹനങ്ങളെല്ലാം കാഴ്ചവെച്ച് ആത്മാക്കളെ നേടിക്കൊണ്ട് അനേകർക്ക് മാതൃകയായി അവൾ സൗത്ത് കൊറിയയിൽ ജീവിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവം പഞ്ചക്ഷതങ്ങൾ കൊടുത്ത് അവളെ അനുഗ്രഹിക്കുക മാത്രമല്ല ചെയ്തത്, പിന്നീട് പല ദൈവാനുഭവങ്ങളിലേക്കും അവളെ നയിച്ചു. ദിവ്യകാരുണ്യ അത്ഭുതം. അവൾ ദിവ്യകാരുണ്യം സ്വീകരിച്ചപ്പോൾ ദൈവം അവളിൽ പ്രവർത്തിച്ചു. ചില വൈദികരുടെയും ആത്മാരുടെയും കൂടെ അവൾ വിശുദ്ധ ബലി അർപ്പിച്ച് ദിവ്യകാരുണ്യം സ്വീകരിച്ചപ്പോൾ കർത്താവിൻ്റെ തിരുശരീരം ഒരു ബ്രൗൺ കളറിലേക്ക് മാറുകയും പിന്നീട് ഈശോയുടെ രക്തം കൊണ്ട് ആ തിരുവോസ്തി മുഴുവൻ, തിരുശരീരം മുഴുവനും പൊതിഞ്ഞ് രക്തമയമാവുകയും ചെയ്തത് അനേകർ ദർശിച്ചു. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥമായ സാന്നിധ്യം വിശുദ്ധ കുർബാനയിൽ ഉണ്ട് എന്ന തിരിച്ചറിവ് അവിടെ കൂടിയിരുന്ന അനേകം, പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റുകാർക്ക് ലഭിക്കുകയും അവരെല്ലാം വിശുദ്ധ കുർബാനയിലെ യേശുക്രിസ്തുവിൻ്റെ സത്യമായ സാന്നിധ്യത്തെ അംഗീകരിച്ച് ഏറ്റുപറഞ്ഞ് വിശ്വസിക്കുകയും ചെയ്യുവാൻ ജൂലിയ കിമ്മിലൂടെ ദൈവം ഇടവരുത്തി. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, അനേകം അവിശ്വാസികളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് അനേക ആത്മാക്കളെ നിത്യരക്ഷയിലെത്തിക്കുവാൻ സഹനത്തിൻ്റെ ചുളയിലൂടെ കടന്നുപോയ ഈ വീട്ടമ്മയെ ദൈവം അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ മധ്യസ്ഥത നിഷേധിക്കുകയും വിശുദ്ധ കുർബാനയെ ഒരുപക്ഷെ തള്ളിപ്പറയുകയും ചെയ്തിരുന്ന ഒരു പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽ ജീവിച്ചിരുന്ന
ഈ മകളെ സ്വർഗം വിശ്വാസ സത്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്ത് പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മകളാക്കി മാറ്റി. വിശുദ്ധ കുർബാനയിലുള്ള ദൈവത്തിൻ്റെ യഥാർത്ഥമായ സാന്നിധ്യം വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് അനേകം മക്കളെ വിശ്വാസത്തിലേക്ക് അടുപ്പിക്കുന്ന, യേശുക്രിസ്തുവിനെ സ്വന്തമാക്കി മാറ്റുന്ന, സഭയുടെ അംഗങ്ങളാക്കി മാറ്റുന്ന, നിത്യരക്ഷയുടെ അവകാശികളാക്കി മാറ്റുന്ന ഉപകരണമായി ഈ മകൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പുതുവർഷത്തിൽ സൗത്ത് കൊറിയയിലെ നാജു എന്ന് പറയുന്ന സ്ഥലത്ത് ജൂലിയ കിമ്മിലൂടെ പരിശുദ്ധ അമ്മയും ഈശോയും നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈശോയുടെ പീഡാസഹനങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റി ഈ വർഷം ദൈവത്തിനെതിരായി മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് ജീവിക്കുവാനുള്ള ഒരു ശക്തി നമ്മൾ ഓരോരുത്തരിലും നിറയുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ യഥാർത്ഥമായ സാന്നിധ്യം ഈ പുതുവർഷത്തിൽ സ്നേഹത്തോടെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ അർപ്പിക്കുന്ന ഓരോ വിശുദ്ധ കുർബാനയിലും ദൈവത്തിൻ്റെ യഥാർത്ഥമായ സാന്നിധ്യമാണ് നമുക്ക് ലഭിക്കുന്നത് തിരിച്ചറിവോടുകൂടി നമ്മൾ സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യം യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥമായ ശരീരവും രക്തവുമാണ് എന്ന് ഒരിക്കൽ കൂടി ആഴത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ പുതുവർഷം ഒരു ദിവ്യകാരുണ്യ അനുഭവത്തിൻ്റെ വർഷമായി നമുക്കെല്ലാവർക്കും മാറട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഈ പുതുവർഷത്തിൽ നമുക്ക് ദൈവം അനുവദിച്ച് നൽകുന്ന എല്ലാ സഹനങ്ങളും പരിശുദ്ധ അമ്മയുടെ വിമലകൃത്യത്തിലൂടെ ഈശോയുടെ പീഡാസഹനത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും അബോർഷൻ എന്ന കൊടിയ പാപത്തിന് പരിഹാരമായുമൊക്കെ കാഴ്ചവെച്ച് കൃപയാക്കി മാറ്റി സ്വർഗത്തിൽ വിലയുള്ളവരായി നമുക്കും മാറാം. അനുദിന വിശുദ്ധ ബലിയിൽ കടന്നു എന്ന് ഈ പുതുവർഷം മുഴുവനും നമുക്ക് അനുഗ്രഹപ്രദമാക്കി മാറ്റാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ ഈശോയുടെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരുമൊപ്പം ഈ പുതുവർഷം മുഴുവനും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.